കമ്പനിയിലേക്ക് വേഗത്തിൽ കയറി വരുന്നത് കണ്ട് കാർത്തിക് ചോദിച്ചു, എന്താ ജെയിംസ്? സാർ ഇപ്പോൾ വന്ന ന്യൂസ് കണ്ടിരുന്നോ? ജെയിംസ് അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. ജെയിംസിൻ്റെ പരിഭ്രമം കണ്ട് കാർത്തിക് ചോദിച്ചു, എന്താ ന്യൂസിൽ? ജെയിംസ് തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഓണാക്കി കാർത്തിക്കിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. BBC ചാനൽ സംപ്രേഷണം ചെയ്ത ശ്രേയയുടെ ഒരു അഭിമുഖമായിരുന്നു അത്. അതിൽ മോഡലിംഗ് രംഗത്തെപ്പറ്റിയും ശ്രേയയുടെ തിരിച്ചുവരവിനെപ്പറ്റിയും അവളുടെ അംബീഷനെപ്പറ്റിയും അവതാരിക ചോദിക്കുന്നു. വളരെ അഹങ്കാരത്തോടെ ശ്രേയ എല്ലാത്തിനും മറുപടി കൊടുക്കുന്നു. ലാസ്റ്റ് അവതാരിക ചോദിച്ചത് അവളുടെ വിവാഹത്തെപ്പറ്റിയായിരുന്നു. അത് പറയുമ്പോൾ അവൾ വാചാലിയായി. മേഡത്തിനെയും ക്രേറ്റ കമ്പനിയിലെ CA കാർത്തിക്കിനെ പറ്റിയും ഒരു ഗോസിപ്പ് പടർന്നിരുന്നല്ലോ, അത് ശരിയാണോ എന്ന് അവതാരിക ചോദിച്ചു. മേഡവും കാർത്തിക് സാറും തമ്മിൽ ഡേറ്റിങ്ങിലാണോ? അവതാരികയുടെ ചോദ്യം കേട്ട് ശ്രേയ ഒന്ന് ചിരിച്ചു. അയ്യോ, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞാനും കാർത്തിക്കും ഇപ്പോൾ റിലേഷനിലാണ്. ശ്രേയ വളരെ സന്തോഷത്തോടു കൂടി അവതാരികയോട് പറഞ്ഞു. അപ്പോൾ കാർത്തിക് സാറുമായുള്ള വിവാഹം ഉടനെ തന്നെ കാണുമോ? അവതാരികയുടെ ചോദ്യം കേട്ട് അവൾ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരുന്ന കാർത്തിക്കിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സാർ, സോഷ്യൽ മീഡിയ മുഴുവനും സാറിൻ്റെ വിവാഹ വാർത്തയാണ്. 1-2 ന്യൂസ് എഡിറ്റർമാർ എന്നെ വിളിച്ചിരുന്നു, ജെയിംസ് പറഞ്ഞു. ഈ വാർത്ത ഏതൊക്കെ ചാനലിലാണോ വന്നത് ആ ചാനലെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറയണം, കാർത്തിക് ദേഷ്യത്തോടെ ജെയിംസിനോട് പറഞ്ഞു. ശരി സാർ, ഞാൻ വേണ്ടത് ചെയ്യാം, അതും പറഞ്ഞ് ജെയിംസ് അവിടെ നിന്ന് പോയി. ജെയിംസ് പോയപ്പോൾ കാർത്തിക് ദേഷ്യത്തോടെ ഫോൺ എടുത്തു. ശ്രേയയുടെ നമ്പർ ഡയൽ ചെയ്തു. 3 പ്രാവശ്യം ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ശ്രേയ വേഗം ഫോൺ എടുത്തു. ഹായ് കാർത്തിക്, നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വന്നല്ലോ, അവൾ പരിഭവത്തോടെ പറഞ്ഞു. നിന്റെ പരിഭവവും പരാതിയും കേൾക്കാൻ വിളിച്ചതല്ല ഞാൻ, കാർത്തിക് ദേഷ്യത്തോടെ പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാ നീ ഇന്ന് നമ്മുടെ വിവാഹകാര്യം അനൗൺസ് ചെയ്തത്?